അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയോട് ചോദിക്കുകയാണ്, സ്വർഗ്ഗത്തിന്റെ വാതിലുകളിൽപ്പെട്ട ഒരു വാതിൽ ഞാൻ പറഞ്ഞു തരട്ടെ? ഖുൽതു ബല, പറഞ്ഞു തരൂ നബിയേ. ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. കൻസും മിൻ തഹ്തിൽ അർശ്, അർശിന്റെ താഴെ നിന്ന് ലഭിച്ചിട്ടുള്ള നിധിയാണിത്. തദ്ഫഉ 70 നൗഅൻ മിൻ അൻവാഇൽ ബലാ, 70ഓളം കടുത്ത പരീക്ഷണങ്ങൾ ഈ ദിക്ർ കൊണ്ട് തടുക്കപ്പെടും. അഖല്ലുഹാ അൽ ഹമ്മു, അതിൽ ഏറ്റവും ചെറിയ പ്രയാസം മനുഷ്യന്റെ സങ്കടം ഏറ്റവും ചെറുത്. അങ്ങനെ 70ഓളം ബലാഅുകളെ, മുസീബത്തുകളെ തടുക്കാൻ മാത്രം അല്ലാഹു ശക്തി നൽകുന്ന ഒരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. കൻസും മിൻ കുനൂസിൽ അർശ്, അർശിന്റെ നിധികളിൽപ്പെട്ട നിധിയാണെന്നും സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കാനുള്ള താക്കോലാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹാബി വന്ന് പറഞ്ഞു, നബിയേ, എന്റെ ഒരേ ഒരു മകൻ, ആ മകനെ ശത്രുക്കൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അസീർ പിടിച്ചു വെച്ചു നബിയെ, എന്റെ ഒരു മകനെ. ആ മകൻ ഇനി ഞങ്ങൾക്ക് വീട്ടിൽ സഹായിക്കുന്ന മോനായിരുന്നു നബിയെ. മകനിപ്പോ പിടിച്ചു വെച്ചിരിക്കുകയാണ്, എന്റെ മോനന് മോചനം വേണം. അഷ്റഫുൽ ഖൽഖിനോട് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, അക്സർ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. വാപ്പയായ നിങ്ങൾ ഒരുപാട് തവണ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് ചൊല്ലിക്കോളണം. സുബ്ഹി ബാങ്ക് കൊടുക്കാൻ നേരായി. രാത്രി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, തങ്ങളിത് പറഞ്ഞെടുത്തു. വാപ്പങ്ങ് ചൊല്ലാൻ തുടങ്ങി. സുബ്ഹിയായപ്പോൾ വാതിൽക്ക് മുട്ടുന്നു. മകൻ വന്നിരിക്കുകയാണ്. സ്വഹാബികൾക്ക് സംഭവിച്ച വലിയ കറാമത്തുകളാണ്, മഹത്വങ്ങളാണ്, വലിയ അത്ഭുതങ്ങളാണ്. വാതിൽക്ക് മുട്ടുന്നുണ്ട്. വാതിൽ തുറന്നെടുത്തു. വാപ്പ നോക്കുമ്പോ മകൻ വന്നു എന്ന് മാത്രമല്ല, വമഅഹു ഖതീഉൻ മിനൽ ഗനം, ഒരാടിന്റെ സംഘം, ഒരു കൂട്ടം ആടുകൾ തന്റെ കൂടെ ഉണ്ട്. അന്നത്തെ ഏറ്റവും വലിയ പൈസ എന്ന് പറഞ്ഞാൽ അതാണ്. ആടുകളും ഒട്ടകങ്ങളും കാറ്റിൽസ്, അന്നത്തെ വലിയ സമ്പാദ്യം അതാണല്ലോ. വലിയൊരു ആടിന്റെ പറ്റവും ഈ മകന്റെ കൂടെ ഉണ്ട്. വാതിൽക്ക് മുട്ടി. വാപ്പ ചോദിച്ചു, മോനെ? ഒന്നുമില്ല വാപ്പ, രാത്രി എന്റെ കൈകൾ ചങ്ങലകൾ ബന്ധിച്ചതാ. രാത്രി സമയം എന്തെന്നറിഞ്ഞില്ല, ചങ്ങലകൾ ഇങ്ങനെ അയയുന്നത് ഞാൻ അറിഞ്ഞു. നോക്കുമ്പോൾ എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൊട്ടി താഴെ വീണു. നോക്കുമ്പോൾ ഒരു കൂട്ടം ആടുകൾ മുസ്ലിമീങ്ങളുടെ ശത്രുക്കൾ പിടിച്ചു വെച്ചതാ. അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ അതിനെ എതിർച്ചങ്ങ് പോന്നു. എന്നെ ആരും നോക്കിയില്ല, ആരും പിടിച്ചില്ല. എന്റെ കൈകളിലുള്ള ചങ്ങലകൾ അഴിയുന്നത് ഞാൻ കാണുകയാണ് ഉണ്ടായത് രാത്രി. എന്റെ വാപ്പ വീട്ടിൽ നിന്ന് ഇങ്ങനെ ചൊല്ല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഒരു സഹാബിക്ക് നടന്ന അനുഭവം നമ്മുടെ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാ അല്ലാഹ്, ബൈന അന ഫീ ജുൻഹിൽ ലൈൽ വഇദാ ബിൽ ഖുയൂദി തത്തസിഉ ഇലാ അൻ സഖതത്. ചങ്ങലകൾ അങ്ങനെ വിടർന്ന് താഴെ വീണു. നാമൽ ഖൗം, ശത്രുക്കളൊക്കെ ഉറങ്ങാണ്. ഞാൻ ഈ ആട്ടിനും പറ്റത്തെയും പിടിച്ചിങ്ങ് പോന്നു എന്ന് വാപ്പയോട് മറുപടി പറഞ്ഞു. സഹാബി പരാതി പറഞ്ഞത് അഷ്റഫുൽ ഖൽഖിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ മകനെ കിട്ടണം. ഇപ്പൊ ജയിലില് വെറുതെ കാരണങ്ങളില്ലാതെ പിടിക്കപ്പെട്ടവർ, ഒരു കുറ്റത്തെ പ്രോസിക്യൂട്ട് ചെയ്യപ്പെട്ടതല്ല, ചില സംശയങ്ങളുടെ പേര് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ മോചനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബന്ധുക്കളും ആ ആളും പറ്റുമെങ്കിൽ ഇത് വർദ്ധിപ്പിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സ്വർഗത്തിന്റെ താക്കോലാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.